ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. രാത്രിയാകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ കാണാൻ അതിമനോഹരമാണ്. എന്നാൽ ചന്ദ്രന്റെ സൗന്ദര്യം മാത്രമല്ല അതിന്റെ പ്രത്യേകത. ഭൂമിയുടെ നിലനിൽപ്പിനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ചന്ദ്രൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഭൂമിക്ക് അത്രമേൽ പ്രധാനിയായ ചന്ദ്രൻ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചന്ദ്രൻ ഇല്ലാതായാൽ സമുദ്രങ്ങൾ തുടങ്ങി ഭൂമിയുടെ കറക്കം വരെ മാറും. ഇതിന്റെ ഫലമായി ചില ജീവികൾക്ക് വംശനാശം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചന്ദ്രന്റെ നാശത്തോടെ ഭൂമിയുടെ നാശവും ആരംഭിക്കുമോ? ചന്ദ്രൻ നശിച്ചാൽ ഭൂമി നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചന്ദ്രന്റെ നാശം സമുദ്രജീവികളെ കാര്യമായി ബാധിക്കും. സാധാരണയായി സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലമാണ്. ചന്ദ്രൻ ഇല്ലാതാകുന്നതോടെ ചന്ദ്രൻ സമുദ്രത്തിൽ ചെലുത്തുന്ന ബലം ഇല്ലാതാകുകയാണ്. സൂര്യന്റെ ഗുരുത്വാകർഷണ ബലം ഉണ്ടെങ്കിലും ചന്ദ്രൻ ഇല്ലാതാകുന്നതിനാൽ തിരമാലകളുടെ ശക്തി ഇന്നത്തെ തിരമാലകളെക്കാൾ 70% ശക്തി കുറഞ്ഞതാകും. തിരമാലകൾ ദുർബലമാകുന്നതോടെ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയും തകിടം മറിയും. ഞണ്ടുകൾ പോലുള്ള ജീവികൾ വേലിയേറ്റത്തിനെ ആശ്രയിച്ചാണ് ഭക്ഷണം കണ്ടെത്തുന്നത്. തിരമാലകൾ ദുർബലമാകുന്നതോടെ ഭക്ഷണ ലഭ്യതയും കുറയുന്നു. ഇതിന്റെ ഫലമായി ഈ ജീവികളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയും ചെയ്യുന്നു. വേലിയേറ്റങ്ങൾ സമുദ്രജലത്തെ നിരന്തരം ചലിപ്പിക്കുന്നതിലൂടെ അടിത്തട്ടിലെ പോഷകങ്ങൾ മുകളിലേക്ക് എത്തുന്നു. തിരമാലകൾ ദുർബലമാകുന്നതോടെ ഈ പ്രക്രിയ മന്ദഗതിയിലാകുമ്പോൾ പ്ലാങ്ക്ടൺ പോലുള്ള സൂക്ഷ്മജീവികളുടെ വളർച്ച കുറയുകയും ഇതിന്റെ ഫലമായി പ്ലാങ്ക്ടനുകളെ ഭക്ഷിക്കുന്ന മീനുകളുടെ ഭക്ഷണ ലഭ്യത കുറയുകയും ചെയ്യുന്നു. ഇതിലൂടെ ഇവയുടെ എണ്ണം ക്രമാതീതമായി കുറയുകയും ചെയ്യുന്നു. ചെറിയ മീനുകൾ കുറയുമ്പോൾ അവയെ വേട്ടയാടി ജീവിക്കുന്ന വലിയ മത്സ്യങ്ങൾക്കും ഭക്ഷണം കിട്ടാതെയാകുന്നു. ഇങ്ങനെ സമുദ്രത്തിലെ ഭക്ഷ്യശൃംഖലയുടെ അടിത്തറ ദുർബലമാകുന്നതിലൂടെ മത്സ്യങ്ങളുടെ എണ്ണവും ക്രമാതീതമായി കുറയാൻ കാരണമാകും. പല സമുദ്രജീവികളും വേലിയേറ്റത്തിന്റെ കൃത്യമായ സമയക്രമം അനുസരിച്ചാണ് മുട്ടയിടുന്നത്. കടലാമകൾ, ഞണ്ടുകൾ, ചില പ്രത്യേക ഇനം മത്സ്യങ്ങൾ എന്നിവയാണ് ഇതിനുദാഹരണം. വേലിയേറ്റത്തിന്റെ രീതി മാറുന്നതോടെ ഇവയുടെ പ്രജനന ചക്രവും പൂർണ്ണമായും തകരാറിലാകുന്നു. അതുപോലെ പവിഴപ്പുറ്റുകൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുന്നത് കടൽ വെള്ളത്തിന്റെ നിരന്തരമായ ചലനത്തിലൂടെയാണ്. ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് കുറയുമ്പോൾ പവിഴപ്പുറ്റുകളുടെ ആരോഗ്യം നശിക്കുകയും ഇതിലൂടെ പവിഴപ്പുറ്റുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ചന്ദ്രൻ ഇല്ലാതാകുന്നതോടെ കടൽ പെട്ടെന്ന് ശൂന്യമായില്ലെങ്കിലും വേലിയേറ്റത്തിന്റെ ശക്തി കുത്തനെ കുറയുന്നതുവഴി തീരദേശ ജീവികൾക്ക് വലിയ ആഘാതമുണ്ടാക്കുകയും പ്ലാങ്ക്ടൺ മുതൽ സ്രാവുകൾ വരെയുള്ള ഭക്ഷ്യശൃംഖലയെ അത് കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ പെട്ടെന്ന് ദൃശ്യമായില്ലെങ്കിലും വരുന്ന പതിറ്റാണ്ടുകളിലും നൂറ്റാണ്ടുകളിലുമായി സമുദ്ര പരിസ്ഥിതിയെ ഇത് പൂർണ്ണമായും മാറ്റിമറിക്കും. ഭൂമി 23.5 ഡിഗ്രി ചരിഞ്ഞാണ് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം ചെറുതായി ആടി ഉലയുന്നുണ്ട്. അതായത് ലളിതമായി പറഞ്ഞാൽ ഒരു കറങ്ങുന്ന പമ്പരത്തിനെ സങ്കല്പിക്കുക. പമ്പരം കറങ്ങുന്നതിനോടൊപ്പം ചെറുതായി ആടി ഉലയുന്നത് പോലെ ഭൂമിയും ആടി ഉലയുന്നുണ്ട്. എന്നാൽ ചന്ദ്രന്റെ ഗ്രാവിറ്റി ഭൂമിയുടെ ഈ ആട്ടത്തിനെ നിയന്ത്രിച്ച് 23.5 ഡിഗ്രി എന്ന ചരിവിൽ നിലനിർത്തുന്നു. ചന്ദ്രൻ നശിച്ചാൽ ഭൂമിയുടെ അച്ചുതണ്ട് അസ്ഥിരമാകും. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം ചന്ദ്രൻ നശിച്ചതിനു ശേഷം ലക്ഷക്കണക്കിന് മുതൽ കോടിക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയുടെ ചരിവ് 0-ലേക്കോ 45-ലേക്കോ അല്ലെങ്കിൽ അതിലധികമോ ആകും. ഭൂമിയുടെ ചരിവ് 0 ഡിഗ്രി ആകുന്നതിലൂടെ ഋതുക്കൾ അതായത് സീസണുകൾ ഏകദേശമില്ലാതാകും. ഭൂമധ്യരേഖയിൽ എപ്പോഴും ചൂട് അനുഭവപ്പെടുകയും ധ്രുവപ്രദേശങ്ങളിൽ എപ്പോഴും തണുപ്പുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഫലമായി മഞ്ഞുപാളികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും അതിനു പുറമെ കാലാവസ്ഥകൾ പൂർണ്ണമായും തകിടം മറിയുകയും ചെയ്യും. ഇനി 45 ഡിഗ്രിയോ അതിലധികമോ ഭൂമിയുടെ ചരിവായാൽ ഒരു ഹെമിസ്ഫിയറിൽ, ഉദാഹരണത്തിന് സദേൺ ഹെമിസ്ഫിയറിൽ വേനൽക്കാലമാണെങ്കിൽ അവിടെ മാസങ്ങളോളം സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കും.
എന്നാൽ ശൈത്യകാലമാകുമ്പോൾ മാസങ്ങളോളം കടുത്ത തണുപ്പും ഇരുട്ടുമായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ ഇന്ന് മരുഭൂമിയായ പ്രദേശങ്ങൾ അപ്പോൾ വനങ്ങളാകുകയും ഇന്ന് വനങ്ങളായ പ്രദേശങ്ങൾ അപ്പോൾ മരുഭൂമികളാകുകയും ചെയ്യും. അതുപോലെ ചന്ദ്രൻ്റെ നാശം ജീവജാലങ്ങളെയും കാര്യമായി ബാധിക്കും. മഴയുടെ രീതികൾ പൂർണ്ണമായും മാറുന്നതോടെ കൃഷിരീതികൾ തകരാറിലാകും. ഇതിൻ്റെ ഫലമായി ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുറയുകയും ഭക്ഷ്യസാധനങ്ങൾക്ക് വില കൂടുകയും ചെയ്യും. മഴയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ചില പ്രദേശത്തെ വരൾച്ചയിലാക്കുകയും ചിലയിടത്ത് വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമല്ലാതെയാക്കുകയും ചെയ്യുന്നു. ചന്ദ്രനില്ലാതായാൽ രാത്രിയാകാശം ഇന്നത്തേതിനേക്കാൾ കൂടുതൽ ഇരുട്ടിലാകും. നക്ഷത്രങ്ങളുടെ വെളിച്ചമുണ്ടെങ്കിലും പൂർണ്ണചന്ദ്രൻ്റെ വെളിച്ചത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ്. ഇത് രാത്രി വേട്ടക്കാരായ മൃഗങ്ങളെ കാര്യമായി ബാധിക്കും. മൂങ്ങ, കുറുക്കൻ, ചില കാട്ടുപൂച്ചകൾ അതായത് പുലി, പുള്ളിപ്പുലി തുടങ്ങിയ ജീവികൾ രാത്രികളിലാണ് വേട്ടയാടുന്നത്. ചന്ദ്രപ്രകാശം കുറയുമ്പോൾ ഇരയെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാകും. ചില ജീവികൾക്ക് കേൾവിയും മണവും സഹായകമായതിനാൽ അവ പൊരുത്തപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും അവയുടെ വേട്ടയാടുന്ന രീതികളിൽ മാറ്റം വന്നേക്കാം. അതുപോലെ ചില പ്രദേശങ്ങളിൽ വേട്ടക്കാരും ഇരയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിൽ മാറ്റങ്ങൾ വരികയും ചെയ്യും. ഇതുമാത്രമല്ല, കടലാമകളുടെ കുഞ്ഞുങ്ങൾ ചന്ദ്രപ്രകാശം ഉപയോഗിച്ചാണ് കടലിലെ ദിശകൾ തിരിച്ചറിയുന്നത്. ചന്ദ്രപ്രകാശം ഇല്ലാതാകുമ്പോൾ അവയുടെ ദിശാബോധത്തെ അത് കാര്യമായി ബാധിക്കും. അതുപോലെ അവയുടെ പ്രജനനവുമായി ബന്ധപ്പെട്ട് ചില സ്വഭാവങ്ങളിലും മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ ദേശാടനം നടത്തുന്ന പക്ഷികൾ ചന്ദ്രപ്രകാശത്തെയും നക്ഷത്രങ്ങളെയും ആശ്രയിച്ചാണ് ദിശ തിരിച്ചറിയുന്നത്. ചന്ദ്രനില്ലാതായാൽ അവയുടെ വഴി തെറ്റുകയും ചെയ്യും. അതുപോലെ ചന്ദ്രനില്ലാതായാൽ നാവിഗേഷൻ കൂടുതൽ സങ്കീർണമാകുകയും അതുപോലെ ചില സസ്യങ്ങളുടെ പൂക്കളിൻ്റെയും പ്രജനനത്തിൻ്റെയും സമയക്രമങ്ങളിലും മാറ്റം വരും. ഇതിലൂടെ ഭക്ഷ്യശൃംഖലയുടെ മറ്റു ഭാഗങ്ങളെയും ഇത് കാര്യമായി ബാധിക്കും. ഇപ്പോൾ ഭൂമിയുടെ ഒരു ദിവസമെന്നത് 24 മണിക്കൂറുകളാണ്. ചന്ദ്രനില്ലാതായാൽ ദീർഘകാലമെടുത്ത് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കൂടും. അപ്പോൾ ഒരു ദിവസത്തിൽ ഏകദേശം 5 മുതൽ 6 മണിക്കൂറുകൾ മാത്രമായിരിക്കും. അതുപോലെ ഭൂമിയുടെ കറക്കവും അച്ചുതണ്ടിലെ സ്ഥിരതയും ചേർന്നാണ് കാറ്റുകളുടെ ദിശ, സമുദ്രപ്രവാഹങ്ങൾ, കാലാവസ്ഥ എന്നിവ രൂപപ്പെടുന്നത്. ചന്ദ്രനില്ലാതായാൽ അച്ചുതണ്ട് അസ്ഥിരമാകുന്നതോടെ കാലാവസ്ഥകൾ തകിടം മറിയുകയും മഴയുടെയും കാറ്റിൻ്റെയും രീതികൾ വ്യത്യാസപ്പെടുകയും ചെയ്യും. ചന്ദ്രൻ നശിക്കുന്നതിൻ്റെ പരിണിതഫലമായി ഇത്ര പ്രശ്നങ്ങൾ മാത്രമല്ല, ചന്ദ്രൻ നശിക്കുന്നതോടെ ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം എന്നീ 2 പ്രതിഭാസങ്ങളും ഭൂമിയിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷമാകും. വേലിയേറ്റങ്ങൾ ദുർബലമാകുന്നതോടെ ചില സമുദ്രപ്രവാഹങ്ങളുടെ സ്വഭാവം മാറുകയും കടലിലെ താപവിതരണത്തിൽ വ്യത്യാസം വരികയും ചെയ്യും. മത്സ്യസമ്പത്തിൽ കുറവ് വരിക, ചില ജീവിവർഗങ്ങളുടെ ജനസംഖ്യ കുറയുക, പുതിയ സന്തുലിതാവസ്ഥകൾ രൂപം കൊള്ളുക ഇതൊക്കെ ഭക്ഷ്യശൃംഖലയിൽ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. അതുപോലെ മനുഷ്യൻ്റെ പല സംസ്കാരങ്ങളുടെ കലണ്ടറുകളും ചന്ദ്രചക്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുപോലെ ശാസ്ത്രലോകം ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന ചന്ദ്രദൗത്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ചുരുക്കത്തിൽ ഭൂമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ചന്ദ്രൻ. ലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള ചന്ദ്രൻ്റെ ചാന്ദ്രചക്രത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിലെ ജീവികൾ പരിണമിച്ചിട്ടുള്ളത്. അതിനാൽ ചന്ദ്രനില്ലാതായാൽ ഭൂരിഭാഗം ജീവികളുടെയും എണ്ണം ഗുരുതരമായി കുറയുമെങ്കിലും ചില ജീവികൾ മാറിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കും. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചന്ദ്രൻ നശിച്ചയുടനെ സംഭവിക്കുന്നതല്ല. ലക്ഷക്കണക്കിനോ ചിലപ്പോൾ കോടിക്കണക്കിനോ വർഷങ്ങൾ സമയമെടുത്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ നശിച്ചാലും ഭൂമിയുടൻ നശിച്ചു പോകില്ല. പക്ഷേ നാം ഇന്നറിയുന്ന ഭൂമി ആയിരിക്കില്ല അപ്പോഴുള്ള ഭൂമി. ഭൂമി പതിയെ മാറാൻ തുടങ്ങിയിരിക്കും. ഭൂമിയിൽ ജീവൻ പരിണമിച്ചതിലും ചന്ദ്രന് വലിയ പങ്കുണ്ട്. ചന്ദ്രനില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ ജീവികളുടെ പരിണാമം മറ്റൊരു രൂപത്തിലായിരിക്കുമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ ചന്ദ്രൻ രാത്രിയാകാശത്ത് തിളങ്ങുന്ന ഒരു വസ്തു മാത്രമല്ല, ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്ന കാവൽക്കാരൻ കൂടിയാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.